എപ്പോഴും പ്രാർത്ഥിക്കണം. റബ്ബിൻ്റെ മുന്നിൽ ഒരിക്കലും മോശക്കാരനാകരുത്. പടപ്പുകളെ മുന്നിൽ ചിലപ്പോൾ നമ്മളെപ്പറ്റി പല അഭിപ്രായം ഉണ്ടാവും. ഓന് വഹാബിയാണ്, പുത്തൻവാദിയാണ്, മറ്റുള്ള ഇസ്ലാമിക ഏറ്റവും മോശപ്പെട്ട, ഇസ്ലാമിനോട് ഏറ്റവും കടുത്ത ശത്രുക്കളെക്കാൾ മോശപ്പെട്ടവനാണ്, സലാം പറയാൻ പോലും പാടില്ലാത്തവനാണ്, കല്യാണത്തിന് പങ്കെടുക്കാൻ പാടില്ലാത്തവന്, ബഹിഷ്കരിക്കേണ്ടവനാണ്. പടപ്പുകളെ മുന്നിൽ പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ പടച്ചോൻ്റെ മുന്നിൽ ഏറ്റവും നല്ല അഭിപ്രായമായിരിക്കണം നമ്മളെപ്പറ്റി. പടപ്പുകളെ വിട്ടാളേ. പടപ്പുകളുടെ അഭിപ്രായം കിട്ടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടും അംഗീകരിക്കാത്ത കാരണവന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഷിർക്ക് ബിദ്അത്ത് എന്താണ് അറിഞ്ഞിട്ടും ഖബർസ്ഥാനുള്ള ഏറ്റവും വലിയ മഹലിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ ഷിർക്കാന്ന് പറഞ്ഞാൽ ഈ 500, 1000 മഹല്ലുകളിലെ ആൾക്കാരെ മുന്നിൽ ഞാൻ മോശക്കാരനാകും. അള്ളാഹിൻ്റെ മുന്നിൽ മോശക്കാരനായിട്ട് നാട്ടുകാരെ മുന്നിൽ എത്ര നന്നായിട്ടും കാര്യമില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും നല്ലവനായിട്ട് ജീവിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്. അള്ളാഹുവേ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി എന്നെ മാറ്റി പടച്ചോനെ. ലാ യഹ്ദി ലി അഹ്സനിഹ ഇല്ലാ അൻത. നിനക്കല്ലാതെ എന്നെ നന്നാക്കാൻ കഴിയില്ല. ഏറ്റവും നല്ല മനുഷ്യനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 500 ആൾക്കാർ എൻ്റെ മയ്യത്ത് മുന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഒരു നല്ല മയ്യത്താവണം എൻ്റെ മയ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പടച്ചോനെ നീ മാറ്റിക്കൊണ്ട പടച്ചോനെ. വസ്രിഫ് അന്നി സയ്യിഅഹ. എന്നിലുള്ള ചീത്തതൊക്കെ മാറ്റിക്കൊണ്ട പടച്ചോനെ. ലാ യസ്രിഫ് അന്നി സയ്യിഅ ഇല്ലാ അൻത. നിനക്കല്ലാതെ മാറ്റാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു മോശം എന്നിലുണ്ടെങ്കിൽ, ഒരു സ്വഭാവം, ഒരു ചീത്ത സ്വഭാവം എന്നിലുണ്ടെങ്കിൽ, എൻ്റെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ, എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടെങ്കിൽ മാറ്റിക്കൊണ്ട് പടച്ചോനെ. ഇനി എത്ര ആയുസ്സെന്ന് എനിക്കറിയില്ല. ജീവിക്കുന്ന കാലം അത്രയും നല്ലവനായിട്ട് ജീവിക്കണം പടച്ചോനെ, നിനക്കല്ലാതെ കഴിയില്ല. ഇമാം മുസ്ലിമിൻ്റെ 771 നമ്പർ ഹദീസാണ് സഹോദരങ്ങളെ. എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു.